അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മണ്ഡല കാലഘട്ടത്തിൽ വന്ന തീർത്ഥാടകരുടെ നമ്പർ കൂടുതലാണ് എന്ന് കാണാൻ കഴിയുന്നു. അതാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ വർഷത്തെ മണ്ഡല കാലഘട്ടത്തിൽ പൊതുവെ പരാതികളൊന്നുമില്ലാതെ എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ ഒരു തീർത്ഥാടന കാലഘട്ടമായി മണ്ഡല കാലഘട്ടം പര്യവസാനിക്കുകയാണ്. ഇനി തുടർന്ന് മകരവിളക്കുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാലേക്കൂട്ടി ഇന്ന് ഞങ്ങൾ യോഗം വിളിച്ചത്. അതിൽ എല്ലാ അർത്ഥത്തിലും മുമ്പന്നത്തേക്കാളേറെ തീർത്ഥാടകർ എത്തിച്ചേരും എന്നുള്ള കാഴ്ചപ്പാടിൽ വിപുലവും വിശാലവുമായ തയ്യാറെടുപ്പുകൾ നടത്താനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത്. അതിൽ സഞ്ചാരയോഗ്യമായ പാതകൾ നേരത്തെ തന്നെ എല്ലാ സ്ഥലത്തും ഒരുക്കിയിരുന്നു. കൃത്യമായി ആ കാര്യത്തെ സംബന്ധിച്ചോളം എല്ലാം പരിശോധന. സ്പോട്ട് ബുക്കിംഗ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ തന്നെ 5000 ആക്കി നിജപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ വെർച്വൽ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടതിന് നിലവിൽ അനുവദിച്ചത് തന്നെ തുടരുന്നു. അത് തുടർന്നും മുന്നോട്ട് പാലിക്കണം എന്ന രൂപത്തിലുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നാണ്. അത് പുറപ്പെടുന്നപ്പോൾ ശബരിമല എത്തിച്ചേരുന്നോളം വരെയുള്ള അതിൻ്റെ സഞ്ചാരപാത ഏറ്റവും ഭംഗിയാക്കി മാറ്റാൻ പ്രത്യേകിച്ച് വനംവകുപ്പിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് മരച്ചില്ലകളും മറ്റ് വഴികളിലുള്ള തടസ്സങ്ങളുമൊക്കെ നീക്കാൻ ആവശ്യമായ തീരുമാനം ഇന്നത്തെ യോഗം കൈക്കൊണ്ടു. യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി നമുക്ക് തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള രൂപത്തിൽ എരിമേലി പേട്ടതുള്ളലാണ്. എരിമേലി പേട്ടതുള്ളിൽ ചന്ദനക്കുടം നടക്കുന്നത് ജനുവരി മാസം 10-ാം തീയതിയാണ്. 11-ാം തീയതി അവിടുത്തെ പേട്ടതുള്ളൽ നടക്കും. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും എല്ലാം പേട്ടതുള്ളിൽ എരിമേലി നടത്തുന്ന രംഗം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ എരിമേലിയിൽ ഏർപ്പെടുത്താൻ കോട്ടയം ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തി അവർ കൃത്യമായ ആ കാര്യം ശ്രദ്ധിക്കാൻ ആവശ്യമായുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാനനപാതയിൽ കൂടിയുള്ള അയ്യപ്പന്മാരുടെ വരവിന് ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. അത് പരിമിതി ഉണ്ട്. അതിലുള്ള വരവിന് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാഹ സത്രത്തിലും അതുപോലെ തന്നെ പരിസര പ്രദേശത്തും ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ കൂടുതലായി ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ അടക്കം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ കുമളിയിൽ പാർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു ക്രമീകരണം ഉറപ്പാക്കാൻ വനം വകുപ്പും തമിഴ്നാട് വനം വകുപ്പിൻ്റെ സഹായം കൂടെ തേടി ആ കാര്യത്തിലൊരു ക്രമീകരണം ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ല രൂപത്തിൽ ഉറപ്പാക്കും. മറ്റൊന്ന്, നമുക്ക് മകരവിളക്ക് കഴിഞ്ഞ് തീർത്ഥാടകർ ഒരുമിച്ച് പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും സ്റ്റാമ്പേഡ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് വരാതിരിക്കാൻ തക്ക രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ പോലീസ് സംവിധാനം ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, മകരവിളക്ക് സന്ദർഭത്തിൽ പർണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തന്മാർ ദിവസങ്ങളോളം താമസിക്കുന്ന സ്ഥിതിവിശേഷം വരാറുണ്ട്. ആ പർണശാലയിൽ കെട്ടി താമസിക്കുന്ന ഘട്ടം പലപ്പോഴും അവർ ഭക്ഷണം പാകം ചെയ്യുന്നൊരവസ്ഥയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മളൊരു തീരുമാനം എടുത്തു. ഒരു സ്ഥലത്തും തീ അടുപ്പുകൾ ഉണ്ടാവേണ്ടതില്ല. അത് ഗ്യാസ് അടുപ്പായാലും വേണ്ട, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും പർണശാലയിൽ. അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് എല്ലാ സ്ഥലത്തും കൊടുക്കുക. മറ്റൊന്ന്, പ്രധാനമായും നമ്മുടെ വ്യൂ പോയിന്റുകൾ മകരജ്യോതി കാണാൻ വേണ്ടി അതിൻ്റെ ആവേശത്തിൽ പലപ്പോഴും മരച്ചില്ലകളിലും അതുപോലെ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലുമൊക്കെ കയറി അയ്യപ്പന്മാർ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനൊരു ക്രമീകരണം ഉണ്ടാക്കി വ്യൂ പോയിന്റുകൾ നേരത്തെ തീരുമാനിക്കുന്നു. മരച്ചില്ലകളിൽ കയറുന്ന കാണുന്ന സംവിധാനം ഒഴിവാക്കാൻ വേണ്ടി അവിടെയെല്ലാം പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡ്സും വിന്യസിക്കപ്പെടും. ആ ക്രമീകരണങ്ങൾ കൃത്യമായി പറഞ്ഞ് തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്ന അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ്. അപ്പം മകരജ്യോതി എല്ലാവർക്കും അത്തരത്തിൽ കാണാൻ, പിന്നെ സന്നിധാനത്തിൽ നിന്നും മകരജ്യോതി കാണണമെങ്കിൽ സ്പെഷ്യൽ പാസ് ഉള്ളവർക്ക് മാത്രമേ അത് കാണാനുള്ള സൗകര്യമുള്ളൂ. ആ രൂപത്തിലുള്ള ക്രമീകരണം ഉണ്ടാകും. അന്നത്തെ ദിവസത്തിന് വേണ്ടി പോലീസ് പ്രത്യേകമായി കൂടുതൽ ഫോഴ്സിനെ വിന്യസിക്കുകയും എല്ലാ അർത്ഥത്തിലും അയ്യപ്പന്മാരെ സഹായിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനും ഇപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ദാഹജലം ലഭ്യമാക്കാനും ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചുക്കുവെള്ളവും അതുപോലെ ബിസ്ക്കറ്റും ഒക്കെ തുറന്നു കൊടുക്കാനും ആ ദിവസം കൂടുതലായി ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന പാതകളിൽ ഉള്ളവർക്കും
ദാഹജലം കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങൾ എല്ലാം കുറ്റമറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. KSRTC കഴിഞ്ഞ വർഷം 800 ബസ്സുകളായിരുന്നു മകരവിളക്കിൻ്റെ അന്ന് ഇവിടെ കാലകൂട്ടി നമുക്ക് അനുവദിച്ചു തന്നിരുന്നത്. ഈ പ്രാവശ്യം കൂടുതൽ അംഗങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KSRTC 800-ന് കൂടുതൽ നമുക്ക് ബസ്സുകൾ അറേഞ്ച് ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അതതിന് തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അവരുടെ ചില പാർക്കിംഗ് സംവിധാനത്തെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും അവർ നിർദ്ദേശിച്ചത് നടപ്പാക്കി കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ നമ്മുടെ ക്ലീനിങ് വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യം പറഞ്ഞിരുന്നു. അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരായിരുന്നാലും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും അവർക്ക് ആവശ്യമായ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ക്രമീകരണത്തിൽ ഒരു പോരായ്മയും വരുത്താതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള അരവണയുടെ നിർമ്മാണം ഇപ്പോൾ 40 ലക്ഷത്തോളം തുടക്കത്തിൽ നമുക്ക് ബഫർ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അയ്യപ്പ ഭക്തന്മാർ ഓരോ ഘട്ടത്തിലും ഒരാൾ 40 എണ്ണം വീതം വാങ്ങുന്ന അവസ്ഥ വന്നപ്പോൾ അതിന് കുറെ കൂടി നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ദേവസ്വം ബോർഡ് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ആ കാര്യത്തിലും പരാതി ഉണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി കാര്യങ്ങൾ കാണുകയാണ്. അപ്പോൾ വീണ്ടും ഈ മണ്ഡല കാലഘട്ടം അവസാനിക്കും വരാതിരിക്കുന്ന തീർത്ഥാടന കാലഘട്ടമായി മാറിയതുപോലെ തന്നെ മകരവിളക്ക് കാലഘട്ടത്തിൽ വരാവുന്ന തീർത്ഥാടകർ നമ്പർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടാൻ ഇടയുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതുവരെയുള്ള അനുഭവങ്ങൾ ഇത് കൂടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ നിലയിൽ എത്ര കൂടുതൽ വന്നാലും അവർക്ക് ദർശനം സുഗമമാക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തൻ പോലും ദർശനം കിട്ടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാക്കാൻ വേണ്ടി നല്ല ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ പ്രായോഗികമായി നമുക്ക് വനം വകുപ്പ് ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് വനം വകുപ്പ് ആ കാര്യത്തിൽ ഇടാവുന്നതെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആതുര സേവന രംഗത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ, അപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പ്രത്യേക ടീം, മെഡിക്കൽ ടീം ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ചു. ആ കാര്യം അവർ നടപ്പിലാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ള ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള മെഡിക്കൽ എയ്ഡുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജും കോന്നി മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയെല്ലാം വിപുലമായ സൗകര്യങ്ങളുമായി ഈ കാര്യത്തിൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അവിടെ ചെന്ന പേഷ്യൻസിനെ 9 സർജറി വരെ നടന്ന കാര്യം ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ നല്ല കൃത്യമായ മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ഇങ്ങനെ പൊതുവിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ച് ടീം വർക്കായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ കാര്യത്തിൽ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ADM ഇവിടെ കൺവീനറായി കോർഡിനേറ്ററായി ഉണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് കൊടുത്തു കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചുകൊണ്ട് ഇതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വകുപ്പ് സെക്രട്ടറി അടക്കം വന്ന് സന്നിധാനത്തിൽ രാവിലെ പോയി എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തി തുടർന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നിവിടെ ചർച്ച ചെയ്തു തീരുമാനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുറ്റമറ്റ രൂപത്തിലുള്ള തീർത്ഥാടന കാലഘട്ടമായി കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും മാറാൻ മകരവിളക്ക് കാണാൻ കൃത്യമായി എല്ലാ ഭക്തന്മാർക്കും സൗകര്യമൊരുക്കാനും ആ കാലഘട്ടത്തിലെ തീർത്ഥാടനം കൂടി ഭംഗിയാക്കി മാറ്റാനുമുള്ള പൊതു കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ രംഗത്ത് മീഡിയ അടക്കമുള്ള എല്ലാവരുടെയും സഹകരണം ഇതിനു മുമ്പുണ്ടായതുപോലെ ഭാവിയിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഈ കാര്യത്തിൽ ഈ മകരവിളക്കൂടെ ഭംഗിയായി നടത്തുന്നതോടുകൂടി ഈ വർഷത്തെ തീർത്ഥാടന കാലഘട്ടം അവസാനിച്ച് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ആലോചിക്കും. ഇതാണ് പൊതുവിൽ ഇന്നുകൂടിയ മീറ്റിങ്ങുകളുടെ ഉള്ളടക്കം എന്ന രൂപത്തിൽ സൂചിപ്പിക്കുക.